ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. ട്രിവാൻഡ്രത്തിൽ നിന്നും ഒരു കപ്പൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഔട്ടർ ആങ്കറേജിൽ നിന്നും അടുത്ത കപ്പൽ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കപ്പൽ MS ബേളലാണ്. അതായത് മുണ്ട്ര പോർട്ടിൽ നിന്നാണ് നമ്മുടെ പോർട്ടിലേക്ക് എത്തിയത്. നമ്മുടെ പോർട്ടിൽ നിന്ന് പോകുന്നതാവട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടായ പോർച്ചുഗലിലെ പോർട്ട് ഓഫ് സിൻസിലേക്കാണ് ഈ കപ്പൽ MS ബേളൽ പോകുന്നത്. അടുത്തൊരു കപ്പൽ ഔട്ടർ ആങ്കറേജിൽ നിന്നും നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന കപ്പലിന് ധാരാളം പ്രത്യേകതകളുണ്ട്. കാരണം ആ പ്രത്യേകതകൾ ഏറ്റവും വലുത് നമ്മുടെ പോർട്ടിൽ നിന്നും ആദ്യമായിട്ട് ഒരു സർവീസ് ആരംഭിക്കുകയാണ്. ഏതു സർവീസാണ് നമ്മുടെ പോർട്ടിൽ നിന്നും ഇന്ന് ആരംഭിക്കുന്നതെന്നും ആരംഭിക്കുന്ന കപ്പലിന്റെ ഡീറ്റെയിലും ഏതൊക്കെ രാജ്യത്തെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് പുതിയ സർവീസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ വ്യൂ വളരെ പരിചിതം തന്നെയാണ്. ആയുമല ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം പൈലറ്റേജിൽ നിന്നും കപ്പൽ ചാലിലൂടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന നല്ലൊരു വ്യൂ നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ കിട്ടും. പലരും ചോദിക്കുന്നുണ്ട് കപ്പൽ കാണാൻ പറ്റുന്ന വ്യൂ എവിടെയും ചോദിച്ചാൽ ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ആങ്കറേജിലുള്ള കപ്പൽ നമ്മുടെ പൈലറ്റേജിൽ നിന്നും കറക്റ്റായിട്ട് കയറി വരുന്ന കാഴ്ച. ഇപ്പോൾ നമുക്ക് കപ്പലിനെയും ഈ പറയുന്ന കപ്പലിനോടൊപ്പം തന്നെ ഒരു ടെഗിനെ കാണാൻ സാധിക്കും. പോർട്ടിലെ പൈലറ്റിനെ കൊണ്ടുപോയ ടെഗാണ്. ഇപ്പോൾ പോർട്ടിലെ പൈലറ്റാണ് ഇപ്പോൾ കപ്പലിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ പോർട്ടിൽ നിന്നും ആദ്യമായിട്ടൊരു സർവീസ് ആരംഭിക്കുന്നു. നമ്മുടെ പോർട്ട് ടു കൽക്കട്ട, കൊളംബോ, ഇങ്ങനെയാണ് ഈ സർവീസ്. ഈ കപ്പൽ ഏതാണെന്ന് അറിയുന്നെങ്കിൽ കുറച്ചുകൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കപ്പൽ വരുന്നത്. അത് മാത്രമല്ല നമ്മളെപ്പോഴും പറയുന്ന പോലെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് വരുന്നെന്ന് എപ്പോഴും പറയുന്ന പോലെ ആ ഒരു വാക്ക് ഇപ്പോൾ കറക്റ്റായി മാറിയിരിക്കുന്നു. വളരെ ഫാസ്റ്റായിട്ട് കപ്പൽ വരുന്ന കാണാൻ സാധിക്കും. കപ്പലിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വളരെ ചെറിയൊരു ഡ്രാഫ്റ്റാണ് കപ്പലിനുള്ളത്. കാരണം കപ്പൽ ലോഡ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പല റാക്കും വേക്കൻറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കപ്പലിന് വളരെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് വരാനായി സാധിക്കും. കാരണം വളരെ ചെറിയൊരു കപ്പൽ, ഒരു ഫീഡർ വെസൽ എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. കാരണം MS ഐരണ പോലുള്ള അൾട്രാ ലാർജ് വെസലുകൾ ബർത്ത് ചെയ്ത പോർട്ടാണ് നമ്മുടെ പോർട്ട്. അപ്പോൾ ഫീഡർ വെസലുകൾക്ക് വളരെ അനായാസനയും വളരെ ഫാസ്റ്റായിട്ട് കയറി വരാനായി സാധിക്കും. ഇപ്പോൾ നമുക്ക് കപ്പലിന്റെ ബൾബസ് ബോയൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുക തന്നെ ചെയ്യും. കാരണം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബൾബസ് ബോ കാണാനായി സാധിക്കുന്നുണ്ട്. തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് കപ്പൽ വളരെ ഫാസ്റ്റായിട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായി സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തന്നെ പേര് വായിക്കാനായി സാധിക്കും. എനിക്ക് തോന്നുന്നു SOL പൈനിയർ എന്നാണ് ആ കപ്പലിന്റെ പേര്. ഇപ്പോൾ MS കപ്പലല്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് MS കപ്പൽ മാത്രമാണ് നമ്മുടെ പോർട്ടിൽ വരുന്നത്. അങ്ങനെ വരാൻ കാരണം MS ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഒരു വർഷത്തേക്ക് പൂർണ്ണമായിട്ട് ബെർത്ത് ബുക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം വേറൊരു കമ്പനിക്ക് നിലവിൽ ബുക്ക് ചെയ്യാനായി സാധിക്കില്ല. ഫുള്ള് MS കപ്പൽ തന്നെയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് MS അല്ലാതൊരു കമ്പനി, ഫീഡർ വെസലായിരിക്കും അങ്ങനെ വരുന്നത്. ലാർജ് വെസലും അൾട്രാ ലാർജ് വെസലുകളെല്ലാം MS കപ്പൽ തന്നെയാണ് വന്നു പോകുന്നത്. പിന്നെ മേഴ്സ്കിന്റെ കപ്പലുകൾ ചില സമയത്തൊക്കെ വരാറുണ്ട്. നമ്മൾ വരുന്ന സമയത്തെല്ലാം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ SOL പൈനിയർ എന്ന് പറയുന്ന ഫീഡർ വെസലാണ് നമ്മുടെ പോർട്ടിൽ വരുന്നത്. നമ്മുടെ പോർട്ടിൽ നിന്നാണ് ആദ്യ സർവീസ്, അല്ലെങ്കിൽ നമ്മുടെ പോർട്ടിൽ നിന്നാണ് ഇന്ന് ആദ്യ സർവീസ് ആരംഭിക്കുന്നത്. സർവീസ് ഇങ്ങനെയാണ്: വിഴിഞ്ഞം പോർട്ട്, കൊൽക്കട്ട, കൊളംബോ, പിന്നെയും വിഴിഞ്ഞം, ഇങ്ങനെ ഒരു റൊട്ടേറ്റീവ് സർക്കിളായിട്ടാണ് ഈ സർവീസ് ഉള്ളത്. അത് മാത്രമല്ല കപ്പലിൽ കണ്ടെയ്നർ കുറവാണെങ്കിലും വളരെ ദൂരെയായിട്ട് നമുക്കൊരു ചെറിയൊരു മെറ്റീരിയൽ കണ്ടെയ്നർ അല്ലാത്ത രൂപത്തിൽ എന്തോ നമുക്ക് ദൂരം തന്നെ കാണാനായി സാധിക്കും. നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബ്രിഡ്ജ് പോർഷനാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നത്. നമ്മളെല്ലാ കപ്പലിന്റെയും ബ്രിഡ്ജ് പോർഷൻ വളരെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടുതൽ കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ 12/1/2007 ബിൽഡ് ചെയ്ത ഷിപ്പാണ് SOL പൈനിയർ. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എക്സ്പ്രസ് ഫീഡറാണ്. അതായത് ഈ പറയുന്ന MS അല്ല, എക്സ്പ്രസ് ഫീഡേഴ്സ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 149.6 മീറ്ററാണ് കപ്പലിന്റെ ലെന്ത്. 22.7 മീറ്ററാണ് കപ്പലിന്റെ ബീം അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത്. 11.3 മീറ്ററാണ് കപ്പലിന്റെ ഡെപ്ത്. 7.8 മീറ്ററാണ് മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. 18 നോട്ടിക് മൈൽ സ്പീഡിൽ പോകാൻ പറ്റുന്ന കപ്പലിന് 1155 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽ 240 റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പലിന്റെ ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത്
12,690 നമ്മുടെ ഡെഡ് വെയിറ്റിന്റെ ബേസ്. ഡെഡ് വെയിറ്റ് എടുത്ത് പറയാൻ കാരണം ഡെഡ് വെയിറ്റിന്റെ ബേസിലാണ് നമ്മുടെ ടെക് ബോട്ടുകൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ആരോ മാർക്കിൽ കാണിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യത്യസ്തമായ കണ്ടെയ്നർ രൂപത്തിലുള്ള ഒരു മെറ്റീരിയൽ അതിനകത്തുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നുണ്ടോ. അടുത്ത് വന്നാൽ നമുക്ക് അറിയാനായി സാധിക്കുള്ളൂ എന്താണ് മെറ്റീരിയൽ, വെറൈറ്റി ആയിട്ടുള്ള എന്ത് മെറ്റീരിയലാണ് കൊണ്ടുവരുന്നതെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് വരണം. ഇപ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് 2 40 ഫീറ്റ് കണ്ടെയ്നറിന്റെ മുകളിലാണ് നമുക്ക് ആ മെറ്റീരിയൽ ടൈ ചെയ്തിട്ടുള്ള കാണാനായി സാധിക്കുന്നത്. കുറച്ചുകൂടി അടുത്ത് വന്നാൽ ഏതാ മെറ്റീരിയൽ നമുക്ക് അറിയാനായി സാധിക്കും. ഇപ്പോൾ ഈ കപ്പൽ വന്നിരിക്കുന്നത് കൊളംബോയിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കൊളംബോയിൽ നിന്ന് വന്ന് ഇനി വിഴിഞ്ഞം പോർട്ടിൽ വന്ന് നേരെ കൽക്കട്ട, ഇങ്ങനെയാണ് ഈ കപ്പൽ പോകുന്നത്. ആദ്യ സർവീസ് നമ്മുടെ പോർട്ടിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നതിന് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം, കപ്പലിന്റെ ഏറ്റവും മുന്നിലെ ബൾബസ് ബോ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ബൾബസ് ബോ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, കാരണം ധാരാളം കപ്പലുകൾ, എനിക്ക് തോന്നുന്നു ധാരാളം കപ്പലുകൾ നമ്മുടെ പോർട്ടിൽ വന്നു പോയിട്ടുണ്ട്. അതിൽ വലിയ ഡ്രാഫ്റ്റുള്ള കപ്പലും വന്നു പോയിട്ടുണ്ട്, ഡ്രാഫ്റ്റ് കുറവുള്ള കപ്പലും, അതായത് കണ്ടെയ്നർ അൺലോഡ് ചെയ്ത കപ്പലും വന്നു പോയി. ഇതാണ് ബൾബസ് ബോ എന്ന് പറയുന്നത്. ഈ ബൾബസ് ബോയുടെ യൂസേജ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബൾബസ് ബോ ഉള്ളത് കൊണ്ടാണ് ഈ തിരമാലകളെ കീറി മുറിച്ചിട്ട് കപ്പലിന് അധികം പ്രഷർ വരാത്തത്. കാരണം കുറച്ചൊരു സ്പീഡ് കൂടാൻ ചാൻസ് വളരെ കൂടുതൽ ഈ ബൾബസ് ബോയിന്റെ യൂസ് ആണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കൂടുതൽ അറിയാമെന്നുള്ള ഒരു കമന്റ് ആയിട്ട് ഇടുക. ബൾബസ് ബോ ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഈ പ്രഷർ നിലവിൽ ഈ കപ്പലിന് നേരെ വരും. ബൾബസ് ബോയിന്റെ ആകൃതി അങ്ങനെ തന്നെയാണ്. കപ്പലുമായിട്ട് റിലേറ്റ് ചെയ്ത് ധാരാളം പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. കൂടുതൽ ബൾബസ് ബോയിന്റെ അറിവുകൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതോടൊപ്പം കമന്റ് രൂപത്തിൽ അയക്കുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് അറിയാനായി സാധിക്കുന്നതാണ്. ഡ്രാഫ്റ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു 4 5 ഒരു 6 മീറ്റർ ആയിരിക്കും ഡ്രാഫ്റ്റ് ഉള്ളത്. കാരണം വാട്ടർ ലൈനൊക്കെ നമുക്ക് മാക്സിമം കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു 7.8 മീറ്റർ 8 മീറ്ററോളമാണ് മാക്സിമം ഡ്രാഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വളരെ ഡ്രാഫ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. കണ്ടെയ്നറെല്ലാം വളരെ കുറച്ച് കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ നിന്നാണ് ഇനി സർവീസ് ആരംഭിക്കും. ഇത് പോകുമ്പോൾ നല്ലൊരു ഡ്രാഫ്റ്റിലായിരിക്കും നമ്മുടെ പോർട്ടിൽ നിന്നും കൽക്കട്ടയിലേക്ക് പോകുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് നിലവിൽ അതിലൊരു മെറ്റീരിയൽ അഡീഷണൽ ആയിട്ടുണ്ട്. ധാരാളം കണ്ടെയ്നർ നമ്മുടെ പോർട്ടിൽ നിന്ന് കയറും. കാരണം ധാരാളം ലാർജ് ബസ്സിലും അൾട്രാ ലാർജ് ബസ്സിലുമാണ് നമ്മുടെ പോർട്ടിൽ ധാരാളമായി വന്നു പോകുന്നത്. ഇപ്പോൾ ഈ കപ്പൽ വരുന്ന സമയത്ത് ഒരു ലാർജ് ബസ്സിലാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും ലോഡ് ചെയ്ത കണ്ടെയ്നർ കാണും, അൺലോഡ് ചെയ്ത കണ്ടെയ്നർ, ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഫീഡർ ബസ്സുകൾ ധാരാളമായി വരുന്നത്. ഇപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കണ്ട ഒരു മെറ്റീരിയൽ നമുക്ക് കുറച്ചുകൂടി കാണാനായി സാധിക്കും. PLM D814 എന്നാണ് DB14 എന്നാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അറിയാനായി സാധിക്കുന്നത് എനിക്കൊന്നൊരു ക്രെയിൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ മേഖലയിൽ സോയിലിന്റെ ഒരു സ്റ്റെബിലിറ്റി അറിയാൻ വേണ്ടി, എത്രത്തോളം കട്ടിയുണ്ട് സോയിൽ എന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഒക്കെ നടത്താറുണ്ട്. അതിനുപയോഗിക്കുന്ന ക്രെയിനാണ്. ടാറ്റയ്ക്ക് വേണ്ടിയാണ് ഈ ക്രെയിൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രെയിൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നിലവിൽ ഈ പറയുന്ന ജാർഖണ്ഡിലേക്കായിരിക്കും പോകുന്നത്. അത് നമുക്ക് ഒന്നുകൂടി നോക്കാം, ഏതാ ഡീറ്റെയിൽ നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കണക്ഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് നോക്കാം. നമ്മൾ പലപ്പോഴായിട്ട് ബ്രിഡ്ജ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നാവിഗേഷൻ ഉൾപ്പെടെയുള്ള റഡാർ ഉൾപ്പെടെയുള്ള കണക്ഷൻ എക്യുപ്മെന്റ്സും ഇന്ത്യയുടെ ഫ്ലാഗ്, രാജ്യത്തിന്റെ അഭിമാനമായ ഫ്ലാഗ്, വിഴിഞ്ഞത്തിലൂടെ രാജ്യത്തിന്റെ അഭിമാനമായ, അതായത് രാജ്യത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം പോർട്ടിൽ വരുന്ന കപ്പലുകളുടെ ഫ്ലാഗ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ഫ്ലാഗ് കാറ്റിൽ പാറിപ്പറക്കുന്നതും അത് ഈ കപ്പലല്ല, നമ്മൾ ഈ കാണുന്ന ചെറിയ ഫീഡർ ബസ്സിൽ പോയിട്ട് അൾട്രാ ലാർജ് ബസ്സിലായ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറനിലും ഇന്ത്യയുടെ ഫ്ലാഗ് പാറി പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി എന്ന് തന്നെ പറയേണ്ട ഒരു ഐറന ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പോർട്ടിൽ ബർത്ത് ചെയ്ത ഡീറ്റെയിലും വീഡിയോ എല്ലാം നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ കപ്പൽ മുതൽ വലിയ കപ്പൽ വരെ ഏകദേശം ധാരാളം കപ്പലുകൾ നമ്മുടെ പോർട്ടിൽ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ഫ്ലാഗ്, ഇന്ത്യയുടെ ഫ്ലാഗ് ഉയരത്തിൽ പാറി പറക്കാൻ വിഴിഞ്ഞം പോർട്ടിന് സാധിച്ചു എന്നുള്ളത് നമ്മുടെ അഭിമാനം തന്നെയാണ്. നമുക്ക് ആ മെറ്റീരിയൽ ഒന്നുകൂടി സൂം ചെയ്യാം. നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കിപ്പോൾ കാണാനായി സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാണാനായി സാധിക്കുന്നുണ്ടോ? PLM DB14 എന്ന് പറയുന്ന ഒരു ക്രെയിൻ ആണിത്. ഈ ക്രെയിൻ്റെ ഏറ്റവും ടോപ്പിലെ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു. കണ്ടോ, 2 40 ഫീറ്റ് കണ്ടെയ്നറിന്റെ മുകളിലാണ് ഈ ഒരു ക്രെയിൻ സിസ്റ്റം ഉള്ളത്. ടാറ്റയ്ക്ക് വേണ്ടിയാണ് ഈ ക്രെയിൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് എനിക്കൊന്ന് നെതർലാൻഡിൽ നിന്ന് വരുന്ന കമ്പനിയാണ്. PLM എന്ന് എനിക്കൊന്ന് നെതർലാൻഡിലെ കമ്പനിയാണെന്ന് തോന്നുന്നു. ക്രെയിൻ ബിൽഡ് ചെയ്യുന്ന കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു 1950 അപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്ത വളരെ പഴക്കം ചെന്ന കമ്പനി തന്നെയാണ്. സോയിലിന്റെ സ്റ്റെബിലിറ്റിയൊക്കെ വളരെ കൃത്യമായി അറിയാനാണ് ഈ ക്രെയിൻ ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഇപ്പോൾ പോകുന്നത് ജാർഖണ്ഡിലേക്കാണ് ഈ ക്രെയിൻ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നെതർലാൻഡ് ഉണ്ടാക്കി വിഴിഞ്ഞം പോർട്ട് വഴി ജാർഖണ്ഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സത്യം. അറിയാന്നുള്ള കൂടുതൽ ഈ ക്രെയിനിനെ കുറിച്ച് അറിയാന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ഇടുക. കാരണം നെതർലാൻഡിൽ നിന്ന് വന്ന ക്രെയിനാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇടുക. കാരണം ഇത് എക്സ്കവേറ്റർ അല്ല. ഞാൻ ആദ്യം കരുതി എക്സ്കവേറ്റർ എന്നാണ് കരുതുന്നത്. പക്ഷേ ഇത് എക്സ്കവേറ്റർ അല്ല. ഒരു ക്രെയിൻ ഇത്രത്തോളം ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മളിപ്പോൾ തന്നെയാണ് കാണുന്നത്. ഇത് ഫ്രെയിം ആണോ എന്നറിയാം. ചിലപ്പോൾ ഇത് ഫ്രെയിം ആണോ, അതിനകത്ത് ഈ പറഞ്ഞ ബോക്സ് പോലെ കാണുന്നത് ഫോൾഡിംഗ് ആണോ, കറക്റ്റായിട്ടല്ല. എനിക്ക് ഫോൾഡിംഗ് തന്നെ ആയിരിക്കും. ഫുള്ള് വന്നിട്ട് ഇനി ഈ കറക്റ്റ് സ്ഥലത്തെത്തിയിട്ട് അസംബിൾ ചെയ്യുകയായിരിക്കും ചെയ്യുക.
ഈ രീതിയിൽ നമുക്ക് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കണ്ടെയ്നർ മാത്രമല്ല കണ്ടെയ്നർ രൂപത്തിലെ പല സാധനങ്ങളും നമുക്ക് കൊണ്ടുപോകാനായി സാധിക്കും എന്നുള്ളത്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പോർട്ടിൽ ധാരാളം കപ്പലുകളുടെ ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് നമ്മുടെ പോർട്ടിൽ വരുന്നുണ്ട്. ഏകദേശം ഞാൻ നേരത്തെ തന്നെ പറയാം, 8.5 ലക്ഷത്തിന് മുകളിൽ ട്രാൻസ്ഷിപ്മെന്റ് നമ്മുടെ പോർട്ട് വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് കൈവരിച്ചിട്ടുണ്ട്. ആ നേട്ടങ്ങളിലൊന്ന് എന്ന് പറയും നമ്മളെപ്പോലുള്ളവർക്ക് ഈ പറയുന്ന ടാക്സ്, ഗവൺമെന്റ് ടാക്സ് കിട്ടുന്നതോടൊപ്പം ധാരാളം കപ്പലുകളെ കാണാനായി സാധിച്ചു. അതായത് വരുമാനം കിട്ടുന്നുണ്ട്, പുതിയ പുതിയ അറിവുകൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്, അതായത് ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനിലേക്കാണ് കപ്പൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1040 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 4000 മീറ്ററിലേക്കാണ് ഇനി ബ്രേക്ക് വാട്ടർ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബെർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം 800 മീറ്ററാണ്. 1200 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗം വരെ, ഏത് ആഴിമല ക്ഷേത്രത്തിന്റെ കുറെ ഭാഗം വരെ തന്നെ ബെർത്തും ബ്രേക്ക് വാട്ടറും ഏകദേശം വരും. അതായത് 2 കിലോമീറ്ററോളം ബെർത്തും 4 കിലോമീറ്ററോളം ബ്രേക്ക് വാട്ടറുമാണ് ഇനി 2028 കൂടി കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ 2 ടെഗായി. കാരണം ഇതിന്റെ ഡെഡ് വെയിറ്റിന്റെ ബേസിലാണ് ടെഗുകൾ കൂടുന്നത്. ചില ഫീഡർ ബസ്സിലുകൾക്ക് 1 ടെഗ് മാത്രമേ വരുള്ളൂ. ഇനി ലാർജ് ബസ്സിലാണെങ്കിൽ 3 ടെഗ്, അൾട്രാ ലാർജ് ബസ്സിന് 4 ടെഗ്. ഇങ്ങനെയാണ് 4 ടെഗാണ് നമ്മുടെ പോർട്ടിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡോൾഫിൻ 27 ആണ് നമ്മുടെ മുന്നിലൂടെ പോകുന്നത്. ഈ ടെഗിലാണ് നമ്മുടെ പോർട്ടിനകത്ത് മൊത്തം നമ്മൾ കുറച്ച് ദിവസം മുന്നേ യാത്ര ചെയ്തിട്ടുള്ള ആ വീഡിയോ പൂർണ്ണമായിട്ടും യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഡീറ്റെയിൽ ആ ടെഗിന്റെ വിശേഷങ്ങൾ, ടെഗിന്റെ മാസ്റ്റർ, എങ്ങനെയാണ് ടെഗ് കൺട്രോൾ ചെയ്യുന്നത്, ഇത് ഡീറ്റെയിൽ അടങ്ങിയ ഫുൾ പോർട്ടിന്റെ കറണ്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള ഫുള്ള് വീഡിയോ, ഫുൾ ഡീറ്റെയിൽ, അതായത് നമ്മുടെ യാർഡ്, ബെർത്ത്, ബ്രേക്ക് വാട്ടർ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കി. ഇപ്പൊ 2 ടാഗ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഈ ഭാഗത്തു നിന്ന് ഇത്രത്തോളമാണ് കാണാനായി സാധിക്കുന്നത്. മാത്രമല്ല നമുക്ക് എമർജൻസിക്ക് ഉപയോഗിക്കുന്ന ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഇപ്പോൾ ഈ പോർഷനോട് ചേർന്ന് നമുക്കറിയാലേ ഫീഡർ ബസ്സിലുകൾക്ക് ബ്രിഡ്ജ് പോർഷനോട് ചേർന്ന് തന്നെ ഫണലും വരുന്നത്. അതും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതോടൊപ്പം നമുക്ക് ലൈഫ് ബോട്ട്, എമർജൻസിക്ക് ഉപയോഗിക്കുന്ന ലൈഫ് ബോട്ടും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കണക്ഷൻ എക്യുപ്മെന്റ്സിന്റെ നാവിഗേഷൻ ലൈറ്റ് ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട്, റഡാർ ഉൾപ്പെടെ നമുക്ക് വളരെ വ്യക്തമായിട്ട്, നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇതെല്ലാം വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നത്. കാരണം ഈ കപ്പലിനെ ഹൈലൈറ്റ് ചെയ്താൽ കാരണം നമ്മുടെ പോർട്ടിൽ നിന്നും ഇന്നൊരു പുതിയൊരു സർവീസ് ആരംഭിക്കുന്നു. കൂടുതൽ സർവീസിന്, അതായത് നമ്മുടെ പോർട്ടിൽ നിന്നുള്ള സർവീസിന് ഡീറ്റെയിൽ എല്ലാം ചേർത്ത് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കപ്പലാണ് ഏതൊക്കെ സർവീസ് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. രാജ്യങ്ങളെയും ചേർത്തും നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളെയും ടൈ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ചേർത്തിട്ടാണ് പുതിയ പുതിയ സർവീസുകൾ ഫീഡർ ബസ്സുകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, എല്ലാ കപ്പലും ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും തിരിയുന്നുണ്ട്. പക്ഷെ ചില കപ്പലുകൾ മാത്രമാണ് ഈ ആന്റി ക്ലോക്ക് വൈസ് തിരിയുന്നത്. വളരെ ഈസി ആയിട്ടാണ് തിരിയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വലിയൊരു ഡ്രാഫ്റ്റുള്ള കപ്പൽ നമ്മുടെ പോർട്ടിൽ നിന്ന് 16.8 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പൽ വരെ വളരെ അനായാസമായിട്ട് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ കപ്പലിന് ഏകദേശം 6-7 മീറ്റർ ഡ്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തിരിയാൻ സാധിക്കും. അത് മാത്രമല്ല ഈ കപ്പലിന്റെ ഡ്രാഫ്റ്റിന്റെ 3-4 ഇരട്ടിയോളം ഡീപ്പസ്റ്റ് വാട്ടറാണ്. അതായത് അത്രത്തോളം ആഴമുണ്ട് നമ്മുടെ ഈ കപ്പൽ തിരിയുന്ന ഈ പ്ലേസ് തന്നെ. അതുകൊണ്ട് ഏത് ഭാഗത്തും എങ്ങനെ വേണോ നമ്മുടെ പോർട്ടിൽ ഇങ്ങനെ തിരിയാനായി സാധിക്കും. അത് മാത്രമല്ല ടൈഡിന്റെ വേരിയേഷൻ വളരെ ചെറിയൊരു ടൈഡാണ് നമുക്കുള്ളത്. 45-50 സെന്റിമീറ്റർ മാത്രമേ ടൈഡുള്ളൂ. അങ്ങനെ പറയാൻ കാരണം പല പോർട്ടുകൾക്കും 7-8 മീറ്ററാണ് ടൈഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഹൈ ടൈഡ് വരുന്ന സമയത്ത് കപ്പലുകൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അലോറ്റേഡ് ആകുമ്പോഴാണ് എപ്പോഴും കയറുന്നത്. നമുക്കറിയാം അത്രത്തോളം വെള്ളം പോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഇന്ത്യയിലെ തന്നെ പല പോർട്ടുകളുണ്ട്. ലോകത്തിലെ തന്നെ പല പോർട്ടുകൾക്കും വെല്ലുവിളി തന്നെയാണ് ഈ ടൈഡ്. അത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് 45-50 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഏത് സമയത്തും, രാത്രിയായാലും പകലായാലും ഏത് കാലാവസ്ഥയിലും ലാർജ് വെസൽ ഉൾപ്പെടെ നമ്മൾ ഈ കാണുന്ന ഫീഡർ വെസൽ ഉൾപ്പെടെ അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ വളരെ അനായാസനെ ബെർത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ പോർട്ടിന്റെ പ്രത്യേകതകൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുമാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട്, അതായത് ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിലെ ഏറ്റവും അടുത്ത ഏറ്റവും തിരക്ക് പിടിച്ച റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് നമ്മുടെ പോർട്ടിന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ആ ഡെസ്റ്റിനേഷനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിന്റും പിന്നെ ലൗറ്റേഡും ഈ പറയുന്ന കുറേ ഡിപ്പെൻഡിങ് ഫാക്ടറാണ് നമ്മുടെ പോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ട് എന്ന ബഹുമതിയുമുണ്ട്. അത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പിൽക്കാലങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടായി മാറാൻ പോകുന്ന പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ പോർട്ട് ഇപ്പോൾ നമ്മുടെ കപ്പൽ ഇപ്പോൾ ബെർത്തിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ബെർത്തിന്റെ സൈഡിൽ എത്താറായി. ഈ ടെർമിനൽ 2-ലാണ് നിലവിൽ നമ്മുടെ കപ്പൽ ബെർത്ത് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുള്ള ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോയും ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.
താങ്ക് യു ഫ്രണ്ട്സ്.